നമസ്കാരം. നാടിന് നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നാളെ ഡിസംബർ 13 സംഗീതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നാളെ വയലിൻ ഡേ ആണ്. നാളത്തെ ദിവസത്തിന് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. നമുക്ക് ദിനവിശേഷങ്ങളിലേക്ക് പോകാം. നാളെ ഡിസംബർ 13 വേൾഡ് വയലിൻ ഡേ, ലോക വയലിൻ ദിനമാണ്. ആധുനിക കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ ഏറെ സംഭാവനകൾ നൽകിയ വൈദേശിക സന്യാസി അന്നോസ് പാതിരി സൂറത്തിൽ കപ്പലിറങ്ങിയ ദിവസം. പ്രണയകവിതകളിലൂടെ ശ്രദ്ധേയനായ ജർമ്മൻ കവി ഹെൻറിക് ഹെനെ ജന്മദിനം. ഇംഗ്ലീഷ് നിഘണ്ടു രചയിതാവ് സാമുവൽ ജോൺസൺ ചരമദിനം. നവംബർ 13 ദേശീയ വയലിൻ ദിനം ലോകമെമ്പാടും ആഘോഷിക്കുന്നു. പ്രിയപ്പെട്ട വില്ലുതന്ത്രിവാദ്യത്തെ ആഘോഷിക്കുന്നു. കച്ചേരി ഹാളിലെ ഫിഡിൽ അല്ലെങ്കിൽ സ്ട്രാവിൻസ്കി കോമ്പോസിഷനുകളെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ വയലിനുകൾക്ക് വിവിധ സംഗീത വിഭാഗങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ കഴിയുന്ന ശബ്ദമുണ്ട്. 16-ാം നൂറ്റാണ്ടിലെ ഫിഡിലിന്റെ പ്രതാപകാലം മുതൽ ഫിഡിൽ ഒരേപോലെ ആയിരുന്നില്ല. എന്നാൽ വയലിന് തിരിച്ചറിയാവുന്ന സ്വരവും രൂപവുമുണ്ട്. ഏറ്റവും മൂല്യമുള്ള ചില ഉപകരണങ്ങൾ ലേലത്തിൽ ദശലക്ഷക്കണക്കിന് ഡോളറിന് വിറ്റുപോയി. ഡിസംബർ 13 ദേശീയ വയലിൻ ദിനം ഒരു ബഹുമുഖ ഉപകരണത്തിന്റെ സ്വാധീനവും സാംസ്കാരിക സംഭാവനകളും അംഗീകരിക്കുന്നു. ചരടുകൾക്ക് കുറുകെ വില്ലുവരച്ച് വയലിനിസ്റ്റ് പലതരത്തിൽ ശബ്ദം കൈകാര്യം ചെയ്യുന്നു. ഒരു വയലിനിസ്റ്റ് വയലിൻ പഠിക്കാൻ നിരവധി വില്ലിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു. സ്ട്രോക്കുകൾ നോട്ടുകൾ മാത്രമല്ല, പ്ലേ ചെയ്ത നോട്ടിന്റെ ഗുണനിലവാരവും നിർണ്ണയിക്കുന്നു. ഞങ്ങൾ വയലിൻ ശാസ്ത്രീയ സംഗീതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അത് എളുപ്പത്തിൽ തരംഗങ്ങളെ മറികടക്കുന്നു. ഉദാഹരണത്തിന് ബറോക്ക് സംഗീതം, ജാസ്, നാടോടി സംഗീതം, റോക്ക് ആൻഡ് റോൾ, സോഫ്റ്റ് റോക്ക് എന്നിവയിൽ വിപുലമായ ഉപയോഗത്തിലൂടെ വയലിനിസ്റ്റ് വയലിൻ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നു. വയലിൻ എന്നത് മധ്യകാല ലാറ്റിൻ കൃതിയായ വിറ്റൂലയിൽ നിന്നാണ് വന്നത്, അതായത് തന്ത്രിവാദ്യം. പുരാതന ഉത്ഭവം ഉണ്ടായിരുന്നെങ്കിലും 16-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ വയലിൻ നിർമ്മാതാക്കൾ വയലിൻ ആധുനിക സ്വഭാവ സവിശേഷതകൾ വികസിപ്പിച്ചെടുത്തു. 18-19 നൂറ്റാണ്ടുകളിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ രൂപപ്പെട്ടു. ഇന്റർ ഏഷ്യയിൽ നിന്നുള്ള തുർക്കിക് മംഗോളിയൻ കുതിരപ്പടയാളികളാണ് ലോകത്തിലെ ആദ്യകാല ഫിഡിൽമാർ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവർ കുതിരമുടികൾ കൊണ്ടുള്ള ചരടുകൾ കൊണ്ട് 2 ചരടുകളുള്ള നേരായ ഫിഡിൽ വായിച്ചു. അതുപോലെ അവർ കുതിരമുടി വില്ലുകൾ ഉപയോഗിച്ച് കളിച്ചു. പലപ്പോഴും കഴുത്തിന്റെ അറ്റത്ത് കൊത്തിയെടുത്ത ഒരു കുതിരയുടെ തലയുണ്ടായിരുന്നു. ഇന്ന് നാം വായിക്കുന്ന വയലിനുകളും അതുപോലെ വയലിനുകളും സെല്ലോകളും ഇപ്പോഴും കുതിരമുടി കൊണ്ട് വില്ലുകെട്ടി നാടോടികളുടെ പാരമ്പര്യമാണ്. 1555 ആധുനിക വയലിനുകൾ പോലെ ഏറ്റവും പഴക്കം ചെന്ന 4 സ്ട്രിംഗ് വയലിനുള്ള ക്രെഡിറ്റ് ആൻഡിയ അമറ്റിക്ക് ലഭിച്ചു. ലേഡി ബ്ലണ്ട് 2011 ജൂൺ 20 ലേലം ചെയ്തപ്പോൾ റെക്കോർഡ് ഡോളർ തുക കൊണ്ടുവന്നു. സ്റ്റാഡിവാരി വയലിൻ $15.9 മില്യൺ വിറ്റു. സംഗീതജ്ഞരും കളക്ടർമാരും ഒരേപോലെ മറ്റേതൊരു നിർമ്മാതാക്കളെക്കാളും സ്റ്റാഡിവാരി നിർമ്മിച്ച ഉപകരണങ്ങൾ തേടുന്നു. ഒരു ലൂതിയൻ വയലിൻ നിർമ്മിക്കുകയോ നന്നാക്കുകയോ ചെയ്യുന്നു. ഓട്ടപ്രദർശന വാർത്തകളിലേക്ക്. ഗസ കടുത്ത പട്ടിണിയിലേക്ക്. ഇതുവരെ കൊല്ലപ്പെട്ടത് 18,205 പേർ. ഓസ്ട്രേലിയ വിസ നിയമങ്ങൾ കർശനമാക്കുന്നു. നന്നായി ഇംഗ്ലീഷ് അറിയാത്തവർ പുറത്താകും. US പ്രസിഡന്റ് ജോ ബൈഡൻ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിൽ എത്തിയേക്കില്ല. ഇന്ത്യക്ക് പൊതുജീവിതം നൽകിയത് നെഹ്റു. അമിത്ഷായ്ക്ക് ചരിത്രം മാറ്റിയിടുന്ന ശീലം രാഹുൽ ഗാന്ധി. പെൻഷൻ കിട്ടി ജീവിക്കാമെന്ന് ഇനി ആരും വിചാരിക്കേണ്ടെന്ന് ഹൈക്കോടതി. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യ പ്രതി റുബൈസിനെ കസ്റ്റഡിയിൽ വിട്ടു. അയൽപക്ക വാർത്തകളിലേക്ക്. കുണ്ടറ കച്ചേരിമുക്കിൽ വീട് കത്തി നശിച്ചു. നവകേരള സദസ് ബഹളം. ഇളമ്പളൂരിൽ പഞ്ചായത്ത് കമ്മിറ്റി നടത്താനായില്ല. അസോസിയേഷനുകൾ നാടിനെ ചേർത്ത് പിടിക്കണമെന്ന് MLA PC വിശ്വനാഥ്. നിർമ്മല നിമിഷങ്ങളുടെ നഷ്ടങ്ങൾ ജീവിതത്തെ അലോസരമാക്കും. ഡോക്ടർ സീമ ജെറോ. കണക്ട് ലീഡേഴ്സ് സ്കോളേഴ്സ് സെഷൻ നടത്തി. ശാന്തയ്ക്കും ഗോമതിക്കും കാരുണ്യഭവനം കൈമാറി. മനുഷ്യാവകാശം ജില്ലാ സമ്മേളനം നടന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമം ഫ്ലാഷ് മോബ് നടത്തി കേരളപുരം ഗവൺമെൻറ് ഹൈസ്കൂൾ. മനുഷ്യാവകാശ ദിനാചരണം നടത്തി ലൈബ്രറി. നവകേരള സദസ് ബോർഡ് നശിപ്പിച്ചു.
ഓരോ സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു. ഇനി സൗന്ദര്യം തിളങ്ങട്ടെ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. കുണ്ടറ കച്ചേരിമുക്കിൽ പകല് വീട് കത്തിനശിച്ചു. ഗൃഹനാഥ തൊഴിലുറപ്പ് ജോലിക്ക് പോയ സമയം വീട് കത്തിനശിച്ചു. കാഞ്ഞിരക്കോട് റോഡ് കടവ് കെൽ ഫാക്ടറിക്ക് സമീപം കായൽവാരത്ത് പുത്തൻ വീട്ടിൽ മണിയമ്മ എന്ന് വിളിക്കുന്ന മേരിക്കുട്ടിയുടെ വീടാണ് കത്തിനശിച്ചത്. ചൊവ്വാഴ്ച പകൽ 3 മണിയോടെയായിരുന്നു സംഭവം. മണിയമ്മ വീട് പൂട്ടി തൊഴിലുറപ്പ് ജോലിക്ക് പോയിരുന്നു. വീട്ടിൽ നിന്നും പുക ഉയർന്നത് കണ്ട സമീപവാസി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് മണിയമ്മ എത്തിയപ്പോഴേക്കും വീടിന്റെ ഉൾവശം പൂർണ്ണമായും കത്തിയമർന്നിരുന്നു. കുണ്ടറയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ കെടുത്തിയത്. വീട്ടിലുണ്ടായിരുന്ന ഗൃഹോപകരണങ്ങളും TV, ഫ്രിഡ്ജ് എന്നിവയും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കുറ്റിയിൽ റെസ്റ്റോറന്റ്, കുറ്റിയിൽ ജംഗ്ഷൻ, മാമൂട്, കേരളപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കുറ്റിയിൽ ഈവന്റ് മാനേജ്മെന്റ്. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9809512541 9446107567 9567288311 8943326520. നവകേരള സദസ് ബഹളം. ഇളമ്പള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റി ചേരാനാകാതെ പിരിഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ നവകേരള സദസ്സിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചതിന് സെക്രട്ടറി മറുപടി പറയണം എന്ന ആവശ്യവുമായി പ്രതിപക്ഷം ബഹളം വെച്ചതോടെ അജണ്ട ചർച്ചയ്ക്കെടുക്കാതെ കമ്മിറ്റി പ്രസിഡന്റ് കമ്മിറ്റി പിരിച്ചുവിട്ടു. ഇന്നലെ 11:30 കമ്മിറ്റി ചേരാൻ അംഗങ്ങൾ എത്തുകയും കമ്മിറ്റി ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി എഴുന്നേറ്റു. കോൺഗ്രസിലെ സാം വർഗീസും BJPയിലെ അനിൽകുമാറുമാണ് സെക്രട്ടറിയുടെ ഏകപക്ഷീയ നടപടിയെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നത്. കേവല ഭൂരിപക്ഷമില്ലാതെയാണ് LDF ഇളമ്പള്ളൂർ പഞ്ചായത്ത് ഭരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ BJP അംഗങ്ങൾ വിട്ടുനിന്നതിനാലാണ് ആദ്യം കോൺഗ്രസ് സ്വതന്ത്ര പ്രസിഡന്റായിരുന്നിടത്ത് ഇപ്പോൾ CPMലെ റെജി കലമ്പിള പ്രസിഡന്റായിരിക്കുന്നത്. അജണ്ടയിൽ നവകേരള സദസ്സിന് 1.5 ലക്ഷം രൂപ അനുവദിക്കുന്നതും ഉൾപ്പെട്ടിരുന്നു. അജണ്ട എടുക്കാതെ ബഹളം മൂലം പ്രസിഡന്റ് 1 മണിയോടെ കമ്മിറ്റി പിരിച്ചുവിടുകയായിരുന്നു. വനവികസന സമിതി അധ്യക്ഷ ആമിന ഷെരീഫ്, കോൺഗ്രസ് അംഗങ്ങളായ സിന്ധു ഗോപൻ, അനുജ ലൂക്കോസ്, മിനി, BJP അംഗങ്ങളായ ബിനു, സ്വാതി ശങ്കർ, ശ്രീജിത്ത്, അജിതകുമാരി, നിഷ എന്നിവരാണ് പ്രതിഷേധിച്ചത്. അടുത്ത കാലത്ത് വളരെ മനോഹരമായ ഒരു സിനിമ കാണാൻ അവസരമുണ്ടായി. ഞാൻ ഈ സിനിമ കാണുന്ന ഒരാളാണ്, സിനിമ ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മുടെ നാട്ടുകാരിയും വളരെ പ്രതീക്ഷയുള്ള ഒരു സംവിധായികയാണ് എന്ന് 14 മിനിറ്റ് ഉള്ള ഒരു ഷോർട്ട് ഫിലിമിൽ കൂടി തെളിയിച്ചു കഴിഞ്ഞ ധർമ്മ സംവിധാനം ചെയ്ത ധർമ്മയും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ തുളസിയണ്ണനും അവരുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ആദ്യത്തെ സിനിമയാണ്, ലൈല പ്രൊഡക്ഷൻസിൻ്റെ ആദ്യത്തെ സിനിമയാണ് ആര് എന്ന പേരിലുള്ള 14 മിനിറ്റുള്ള ഒരു ഡയലോഗുകളില്ലാത്ത ഒരു ഹ്രസ്വചിത്രമാണ്. അതെന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നത് എന്ന് പറഞ്ഞിരുന്നത്, ഈ കാലത്തെ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രശ്നത്തെ അത് അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ്. കുട്ടികളിൽ വളർന്നു വരുന്ന കുറ്റവാസന, കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം, ഇത് യഥാർത്ഥത്തിൽ സൊസൈറ്റി അതിൻ്റേതായ ഗൗരവത്തിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എല്ലാവരുമൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നു, പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ഞാൻ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഒരു നിയമസഭാ സാമാജികനാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും എൻ്റെ അടിയന്തര പ്രമേയത്തിന്, പ്രതിപക്ഷം സാധാരണ കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം തള്ളിക്കളയുകയാണ് പതിവ്. പക്ഷേ ഈ വിഷയം കൊണ്ടുവന്നതിന് സ്പീക്കർ എന്നെ അഭിനന്ദിച്ചു. മുഖ്യമന്ത്രി ആ വിഷയത്തിന് അനുകൂലിച്ച് മറുപടി പറഞ്ഞു. അത് ക്യാമ്പസിലും സ്കൂളുകളിൽ പോലും വർദ്ധിച്ചു വരുന്ന
ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അത് കുട്ടികളിൽ ഉണർത്തുന്ന കുറ്റവാസനകൾ, അവർ നടത്തുന്ന ക്രൂരകൃത്യങ്ങൾ, ഈ വിഷയത്തെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു സാമൂഹ്യപരമായ ഒരു പ്രസക്തി. 2, ഈ സിനിമ നല്ല കൈയടക്കമുള്ള ഒരു സംവിധായികയാണ്. 14 മിനിറ്റിനുള്ളിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ വളരെ തന്മയത്വത്തോടുകൂടി 1 മിനിറ്റ് പോലും സ്ക്രീനിൽ നിന്നും നമ്മൾ മുഖം കണ്ണ് എടുക്കാത്ത വിധത്തിൽ അവതരിപ്പിക്കാൻ, നല്ല മനോഹരമായി അത് ചിത്രീകരിക്കാൻ ആദ്യ തവണ അഭിനയിക്കുന്ന ഒരുപാട് അഭിനേതാക്കളുണ്ടായിരുന്നു. പക്ഷെ അവരെയെല്ലാം കൃത്യമായി നല്ല സംവിധായികയുടെ കൈയടക്കത്തോടു കൂടി അവരെ അഭിനയിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞു. ഒരു നല്ല സിനിമയാണ്, കുട്ടികളെ നമ്മൾ കാണിക്കേണ്ട സിനിമയാണ്. ഈ നിലയിൽ ഇനിയും സിനിമകൾ ലൈല പ്രൊഡക്ഷൻസിന് പുറത്തു കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. റെസിഡൻസ് അസോസിയേഷനുകൾ നാടിനെ ചേർത്ത് പിടിക്കണമെന്ന് PC വിശ്വനാഥ് MLA. റെസിഡൻസ് അസോസിയേഷനുകൾ വാർഷിക യോഗവും ഓണാഘോഷവും നടത്തുന്നതിനപ്പുറം നാടിനെ ചേർത്ത് പിടിക്കും വിധം ഉയരണമെന്ന് PC വിശ്വനാഥ് MLA. ചെറുമൂട് സ്റ്റാച്ചുമുക്ക് ഗ്രന്ഥകലി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഡയറക്ടർ പ്രകാശന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്റ്റാച്ചുമുക്ക് കൈതാഗോഡ് റോഡിന്റെ നിർമ്മാണത്തിന് നിരന്തരം സമരം നടത്തിയത് മറ്റ് അസോസിയേഷനുകൾക്ക് മാതൃകയാവുകയാണ്. അസോസിയേഷൻ പ്രസിഡന്റ് ശിവൻ വേലേക്കാട് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ജില്ലാ പഞ്ചായത്ത് അംഗം B ജയന്തി ഗ്രന്ഥകരളി വായനശാല പ്രസിഡന്റ് R രാധാകൃഷ്ണപിള്ളയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. വാർഡംഗം P ജഗന്നാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി B മോഹനചന്ദ്രൻ പിള്ള, TS ഗീവർഗീസ്, പ്രസന്ന പിള്ള, ഗിരിജ സുരേഷ്, K മണികണ്ഠൻ പിള്ള, G ഉണ്ണികൃഷ്ണപിള്ള, Y ഷാജി എന്നിവർ സംസാരിച്ചു. ഞാനും ആഗ്രഹിക്കുകയാണ്. ഇത് ഒരുപാട് പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളുള്ള ഒരു റെസിഡൻസ് അസോസിയേഷനാണ്. ഇവിടെ 6 മണി മുതൽ കലാസന്ധ്യയുണ്ട്. അതൊക്കെ സമയത്ത് നടക്കേണ്ടതാണ്. നമ്മുടെ ലൈല പ്രൊഡക്ഷൻസിന്റെ ധർമ്മ സംവിധാനം ചെയ്ത സിനിമ കാണാൻ പോയപ്പോഴേക്കും ഈ റെസിഡൻസ് അസോസിയേഷനിലെ ആളുകളാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. സെക്രട്ടറി, വൈസ് പ്രസിഡന്റും. രണ്ടാമത്തെ മെനഞ്ഞാന്ന് കഴിഞ്ഞു. പുതിയ 2ാമത്തെ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു. അപ്പം 2ാമത്തെ സിനിമയിലേക്ക് വരികയാണ്. അപ്പൊ അത് ഈ റെസിഡൻസ് അസോസിയേഷനാണ് അതിനും വേണ്ട എല്ലാ പിന്തുണയുമായിട്ട് ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കഴിവുള്ള ആളുകളാണ് ഈ റെസിഡൻസ് അസോസിയേഷനുള്ളത്. ഒരു ഔദ്യോഗിക മേഖലയിലൊക്കെ പ്രവർത്തിച്ച് വിരമിച്ച ആ അനുഭവ സമ്പത്തും ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് വിനിയോഗിക്കുന്നുണ്ട്. ഞാൻ വ്യക്തമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ ഇന്നത്തെ ചന്ദനമണിവാതിൽ പാതിച്ചാരി ഇന്നോളം കണ്ണിൽ ഇലയിലക്കി ശൃംഗാരചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ എന്നോടെന്തിനുദിക്കുന്നു നീ സഖി എല്ലാം നമുക്കൊരു പോലെയല്ലേ എന്നോടെന്തിനുദിക്കുന്നു നീ സഖി എല്ലാം നമുക്കൊരു പോലെയല്ലേ അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുന്ന സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ ചന്ദനമണിവാതിൽ പാതിച്ചാരി എന്തോളം കണ്ണിൽ തിരയിലക്കി ശൃംഗാരചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ
നിർമ്മല നിമിഷങ്ങളുടെ നഷ്ടങ്ങൾ ജീവിതത്തെ അലോസരമാക്കുമെന്ന് ഡോക്ടർ സീമ ജെറോൺ. നിർമ്മല നിമിഷങ്ങളുടെ നഷ്ടങ്ങൾ ജീവിതത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനും പകരം അലോസരമാകുമെന്ന് കേരള സർവകലാശാല മലയാള വകുപ്പ് മേധാവി ഡോക്ടർ സീമ ജെറോം. കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചിറ്റുമല ബ്ലോക്ക് സാംസ്കാരിക വേദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സാംസ്കാരിക വേദി കൺവീനർ എൻ ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ രാജേന്ദ്രൻ, പ്രൊഫസർ ജെ പണിക്കർ, സെക്രട്ടറി ജി രാധാകൃഷ്ണൻ, ടി ചന്ദ്രിക, കെ ഷീജാകുമാരി, എൻ ശിവൻപിള്ള, എൻ പ്രഭാകരൻപിള്ള, കെ ലക്ഷ്മിക്കുട്ടിയമ്മ, എസ് പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. ജി രാമചന്ദ്രൻപിള്ള, ശിവൻ വേലിക്കാട്, സോമൻ സി മുളവന, ജെ കമലാസനൻ, ആർട്ടിസ്റ്റ് ബൈജു പുനക്കുന്നൂർ, പേരൂർ അനിൽകുമാർ, ശ്രേയ രഞ്ജിത്ത്, അമേലിയ ഡാനി എന്നിവരെ ആദരിച്ചു. ആണല്ലോ ഏറ്റവും വലിയ മനുഷ്യത്വം. അതില്ലാതാകുന്ന കാലത്ത് ഈ ലോകം തന്നെ മറ്റൊരു ക്രമത്തിൽ ഓടിത്തുടങ്ങും. ആ ഒരു പരിഗണന, ഒന്നിച്ചിരിക്കുക, ഒന്നിച്ച് സംസാരിക്കുക, വല്ലപ്പോഴും ഒന്ന് കാണുക എന്ന ആ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും ഒറ്റയാവുന്നില്ല, ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല. പലപ്പോഴും പേരക്കുട്ടികളൊക്കെ ഗാഡ്ജറ്റിന്റെ മുമ്പിലായിരിക്കും അല്ലേ. അത് കോവിഡിന്റെ കാലം കൂടെ കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ ഗാഡ്ജറ്റ് അഡിക്റ്റഡ് ആയി കഴിഞ്ഞു. പല കുട്ടികളും ഗാഡ്ജറ്റിലാണ് കൂടുതലും കുട്ടികൾ സമയം വിനിയോഗിക്കുക. പണ്ടൊക്കെ കണക്ട് കുണ്ടറയുടെ ഭാഗമായി കണക്ട് ലീഡേഴ്സ് സ്കോളേഴ്സ് സെഷൻ നടത്തി. ഭാവിയിൽ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കുണ്ടറയുടെ താരങ്ങളെ കണ്ടെത്തുന്നതിനായി PC വിഷ്ണുനാഥ് MLA ആരംഭിച്ച കണക്ട് ലീഡേഴ്സ് 3ാം-ഘട്ട സെഷൻ നടത്തി. വിദ്യാർത്ഥികൾ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ലഭ്യമാകുന്ന അവസരങ്ങളെ തേടി കണ്ടുപിടിക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത MLA പറഞ്ഞു. പ്രീക് അക്കാദമി കരിയർ വിദഗ്ധരായ നന്ദുകൃഷ്ണൻ, നന്ദുകുമാർ എന്നിവർ സെഷൻ എടുത്തു. ഇളമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനിൽകുമാർ, കണക്ട് പ്രോജക്ട് കോർഡിനേറ്റർ നവമി BR എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി 3ാം സെക്ഷനായ സ്കോളർ ക്യാമ്പസിൽ തിരഞ്ഞെടുത്ത 100ഓളം വിദ്യാർത്ഥികൾ സെക്ഷനിൽ പങ്കെടുത്തു. നൈപുണ്യ വികസന സെക്ഷനുകൾ, ലൈഫ് സ്കിൽ, ഉന്നത പഠനത്തിന്റെ അവസരങ്ങൾ, കരിയർ മേഖലയിലെ സാധ്യതകൾ എന്നിവ ഉൾപ്പെടുത്തി 5 മാസ കാലയളവിൽ വിവിധ സെക്ഷനുകൾ വിദ്യാർത്ഥികൾക്ക് കണക്ട് ലീഡേഴ്സിന്റെ ഭാഗമായി ലഭ്യമാകുന്നുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂട്ടായ്മയായ വൈബ്രന്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിലെ പ്രമുഖ കൊമേഴ്സ് സ്ഥാപനമായ ഏലൻ ലേണിംഗ് പ്രൊവൈഡറാണ് പദ്ധതിയുടെ നോളജ് പാർട്ട്നേഴ്സ്. ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരിശീലനം നൽകുന്നതിലായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു ദൗത്യം. ഇപ്പോൾ കുറച്ചുകൂടി വിപുലപ്പെടുത്തി അധ്യയന വർഷം മുതൽ കരിയർ കണക്ട് ലീഡേഴ്സ്, CUT ക്ലബുകൾ, അങ്ങനെ നമ്മൾ ആ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലെ കണക്ട് ലീഡേഴ്സിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നന്ദു സാറിന്റെ അക്കാദമിയുടെ കൂടി കിട്ടുന്നതിനോടുകൂടി നമുക്ക് നമ്മുടെ ഇതിന് എല്ലാം നേതൃത്വം നൽകുന്നത് ബിക്കാനാണ്. എലാൻസ് നമ്മുടെ നോളജ് പാർട്ണറാണ്. പ്രീപ് അക്കാദമി നമുക്ക് പിന്തുണ നൽകുന്നു. ശാന്തയ്ക്കും ഗോമതിക്കും കാരുണ്യഭവനം കൈമാറി കോൺഗ്രസ്. കുരിപ്പള്ളി ജയന്തി കോളനിയിൽ പ്ലോട്ട് 2-ൽ പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ താമസിച്ചിരുന്ന ശാന്തമ്മയ്ക്കും ഗോമതിക്കും അടച്ചുറപ്പുള്ള വീട് കോൺഗ്രസ് നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽ PC വിഷ്ണുനാഥ് MLAയും ചാണ്ടിയുമ്മൻ MLAയും ചേർന്ന് നൽകി. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജേക്കബ് K ബിജു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KB ഷഹാൽ കോടിയാട്ട്, രഘു പാണ്ഡവപുരം, UDF നിയോജകമണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം, തൃക്കോവിൽവട്ടം ബ്ലോക്ക് പ്രസിഡന്റ് നിസാമുദ്ദീൻ, KR സുരേന്ദ്രൻ, ഷിജു പണിക്കർ, തോമസ് കുട്ടി കൈതപ്പുഴ എന്നിവർ സംസാരിച്ചു. ചികിത്സാ സഹായവും വിതരണം ചെയ്തു. കശുവണ്ടി തൊഴിലാളിയായിരുന്ന ശാന്തമ്മയും ഗോമതിയും 4 സെന്റിലെ പൊളിഞ്ഞു വീഴാറായ വീട്ടിലായിരുന്നു താമസം. ലൈഫ് മിഷനിൽ അപേക്ഷ നൽകിയിരുന്നെങ്കിലും വീട് അനുവദിച്ചിരുന്നില്ല. കുരിപ്പള്ളി കോൺഗ്രസ് കമ്മിറ്റികൾ ചേർന്നാണ് ഉമ്മൻചാണ്ടിയുടെ കാരുണ്യ പദ്ധതി എന്ന പേര് സ്വീകരിച്ച് ഇവർക്ക് 4 ലക്ഷം രൂപ ചെലവിൽ വീട് വെച്ച് നൽകിയത്. നന്ദി സൂചകമായി വീടിന് മുന്നിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രവും വരച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ പണം ഒരു തടസ്സമല്ല, മനസ്സാണ് പ്രധാനമെന്ന ഉമ്മൻചാണ്ടിയുടെ വാക്കുകളും ചിത്രത്തോടൊപ്പം എഴുതി ചേർത്തിട്ടുണ്ട്. മനുഷ്യാവകാശം ജില്ലാ സമ്മേളനം നടന്നു.
സൊസൈറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ജില്ലാ കൺവെൻഷൻ നടന്നു. ദേശീയ ചെയർമാൻ MM ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ അലക്സ് മാമ്പുഴ അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര DYSP JD വിജയകുമാർ, സിനിമാ നടൻ കൊല്ലം തുളസി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. സ്വാഗത സംഘം കൺവീനർ സുഗതൻ പിള്ള, ദേശീയ കമ്മിറ്റി അംഗം M നെസ്ല, റജീബ് ഖാൻ, സുരേന്ദ്രൻ, സൂര്യകല, കണ്ണനല്ലൂർ അഷ്റഫ്, AG സുനിൽ, സഹദേവൻ എന്നിവർ സംസാരിച്ചു. ഒരു സമയത്ത് നാം ഒത്തുകൂടിയിരിക്കുന്നത്. ഈ സംഘടന കൊണ്ട് എന്താണ് ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം എന്ന് പല നേതാക്കളോട് ചോദിക്കുന്നതായി എനിക്ക് അറിയാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ രാജ്യം 1948 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ബ്രിട്ടീഷുകാരിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഗാന്ധിജിയും ഒരുപാട് ദേശാഭിമാനികളും കൂടി വിവിധ തരത്തിലുള്ള സമരങ്ങളും സത്യാഗ്രഹങ്ങളും സമര പോരാട്ടങ്ങളും നടത്തിയാണ് ഈ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആഷിക്കാരൻ ഞാനുമായിട്ട് ഉള്ള പരിചയം വെച്ച് നോക്കുമ്പോഴേ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഒരു മീറ്റിംഗ് പങ്കെടുത്തത്. ഇത്ര എലൈറ്റ് ആൻഡിയൻസ് ആണ് ഞാൻ ഇവിടെ ഒരു പോലീസ് ഓർഗനൈസേഷൻ കാണുമ്പോഴറിയാം നല്ല പുസ്തകത്തിരിക്കുന്ന ആൾക്കാരാണ്, വലുതല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തിരക്കിട്ട ജോലികൾ വിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനിടയിൽ സമയം കണ്ടുകൊണ്ട് ഒരു മാനുഷിക പ്രവർത്തനം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങിത്തിരിക്കും നിങ്ങളുടെ മനസ്സിനെ ഞാൻ. തണ്ട് കെട്ടിയെടുക്കുക, വളരെ പ്രയാസപ്പെട്ടെടുക്കുക. ചെന്ന് വിളിക്കാമെന്നല്ലാതെ അയാളെ തണ്ട് കെട്ടിയെടുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. TV കാണുന്നത് വലിയ അപകടമാണ് ഇരുട്ടത്ത്. അതുപോലെയാണ് മൊബൈലും. ഇപ്പോൾ നമ്മൾ ഇരുട്ടത്തൊക്കെയാണ് മൊബൈൽ കാണുന്നത്. ഇത് രണ്ടും കണ്ണിന് കുഴപ്പമുണ്ടാക്കും. എന്തുകൊണ്ടാണ് ഇരുട്ടത്ത് TVയും മൊബൈലും ഉപയോഗിക്കുന്നത് കണ്ണിന് തകരാറുണ്ടാക്കുന്നത്? അതിന് ശാസ്ത്രമുണ്ട്. ശാസ്ത്രത്തിലേക്ക് നമുക്ക് പോകാം. അമ്മയ്ക്ക് കുഞ്ഞിനേക്കാൾ പ്രിയം, ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ പ്രിയം, ഭർത്താവിന് ഭാര്യയേക്കാൾ പ്രിയം, കാമുകിക്ക് കാമുകനേക്കാൾ പ്രിയം, കാമുകന് കാമുകിയേക്കാൾ പ്രിയം ഇക്കാലത്ത് മൊബൈലിനോടാണ്. മൊബൈലിന് മുന്നേ ഈ പ്രിയം TVയോടായിരുന്നു. ഇത്തരക്കാരോട് അമിത പ്രിയം ഉണ്ടാകുന്നത് അപകടകരമാണെന്ന് എത്ര നാൾ ആരൊക്കെ പറഞ്ഞാലും നമുക്ക് മാറ്റമില്ല. വെട്ടമില്ലാതെ TV കാണുന്നതും മൊബൈലിൽ നോക്കുന്നതും കാഴ്ചയ്ക്ക് ഗുണകരമാവില്ല. ഇരുട്ടുമുറിയിലിരുന്ന് TV കാണരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയുക വെള്ള ധവള പ്രകാശത്തിലാണ്. അതുകൊണ്ട് TVയിലെ ചിത്രങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ മുറിയിൽ പ്രകാശം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ പ്രകാശം TV സ്ക്രീനിൽ തട്ടി പ്രതിഫലിക്കാൻ ഇടവന്നാൽ ചിത്രങ്ങൾ അവ്യക്തമാകും. ഇരുട്ടുമുറിയിൽ ഇരിക്കുമ്പോൾ TV ചിത്രങ്ങൾക്ക് അസുഖകരമായ തിളക്കം ഉണ്ടായിരിക്കും. ഈ തിളക്കം കണ്ണിൽ തട്ടുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ണിനും അതുമായി ബന്ധപ്പെട്ട പേശികൾക്കും ക്ഷീണമുണ്ടാക്കും, ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ചുറ്റുപാടും ഇരുട്ടായിരിക്കുമ്പോൾ TV സ്ക്രീനിലെ തിളക്കം കൂടുതൽ അസുഖകരമാകും. സ്ത്രീകൾക്കെതിരായ അതിക്രമം ഫ്ലാഷ് മോബ് നടത്തി കേരളോരം ഗവൺമെൻറ് ഹൈസ്കൂൾ കുട്ടികൾ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും ലിംഗവിവേചനം അവസാനിപ്പിക്കുന്നതിനുമായി വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഓറഞ്ച് ദ വേൾഡ് പരിപാടിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് നടത്തിയത്. കേരളപുരം ഗവൺമെൻറ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് കേരളപുരം ജംഗ്ഷൻ SRC ക്ലബിന്റെ സഹായത്തോടെ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. സ്കൂൾ കൗൺസിലർ ലെറ്റീഷ ഫ്രാൻസിസ് ആണ് ചിട്ടപ്പെടുത്തിയത്. ഹെഡ്മിസ്ട്രസ് മിനി, PTA പ്രസിഡന്റ് ജെയ്സൺ തോമസ്, അൻസർ, CA ശൈലജ, വിജ, സബിത, വിനീത, സിന്ധു, അശ്വതി, ടിനി എന്നിവർ നേതൃത്വം നൽകി. ലൈബ്രറികൾ മനുഷ്യാവകാശ ദിനാചരണങ്ങൾ നടത്തി.
ചെറുമൂട് നവധാര ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ ദിനാചരണം നടത്തി. ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ ശിവൻ വേലിക്കാട് ഉദ്ഘാടനം ചെയ്തു. സായാഹ്നം പ്രസിഡന്റ് ഡോക്ടർ VK ശശികുമാർ അധ്യക്ഷത വഹിച്ചു. നവധാര സെക്രട്ടറി B ശ്രീകുമാർ ആമുഖ സംസാരം നടത്തി. അഡ്വക്കേറ്റ് C ശശികുമാർ വിഷയാവതരണം നടത്തി. S വിജയചന്ദ്രൻ, S ജയപ്രകാശ്, C ശിവശങ്കരപിള്ള, രാഹുൽ R ഉണ്ണിത്താൻ, MB മധുപാൽ, C സോമശേഖരൻ പിള്ള, B സന്തോഷ് കുമാർ, ജോർജ് കുട്ടി എന്നിവർ സംസാരിച്ചു. പുനക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെയും വയോജന വേദിയുടെയും ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ ദിനം ആചരിച്ചു. ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം L പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് J വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N പ്രഭാകരൻ പിള്ള, വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം, N ശശിധരൻ, C ബാലസുന്ദരൻ, R കമലാധരൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യമുള്ള മനസ്സിനും ആരോഗ്യമുള്ള ശരീരത്തിനും വേണ്ടത് വ്യായാമമാണെന്ന് ലോകമാകെ അംഗീകരിച്ച സത്യമാണ്. മരുന്നുകൾ ആരോഗ്യം തരില്ല. ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് നമ്മൾ മരുന്നുകൾ തേടി പോകുന്നത്. ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കളരിയും യോഗയും അഭ്യസിക്കൂ. കേരളത്തിന്റെ തനത് അയോധന കലയായ കളരിപ്പയറ്റ് അഭ്യസിക്കാനും യോഗ പരിശീലിക്കാനും പാരമ്പര്യത്തിന്റെ തഴക്കമുള്ള യോഗാചാര്യ മലബാർ P വാസുദേവൻ ഗുരുക്കൾസ് CVN കളരി യോഗ മർമ്മ ചികിത്സാശ്രമത്തിൽ പ്രവേശനം നേടൂ. കളരിയെക്കുറിച്ച് അറിയാനും അഡ്മിഷൻ നേടാനും യോഗാചാര്യ മലബാർ P വാസുദേവൻ ഗുരുക്കൾസ് CVN കളരി യോഗ മർമ്മ ചികിത്സാശ്രമം, അയത്തിൽ പുളിയത്തുമുക്ക്, കൊല്ലം. ഫോൺ യോഗാചാര്യ ശിവകുമാർ ഗുരുക്കൾ 93 87 32 32 42. കുണ്ടറയിലെ പരിശീലന കേന്ദ്രം കേരളപുരം ESIക്ക് സമീപം റെയിൽവേ സമാന്തര റോഡിൽ പ്രവർത്തിക്കുന്നു. ഫോൺ 94 47 11 99 80. കിഴക്കേക്കരയിൽ നവകേരള സദസ്സിന്റെ ബോർഡ് നശിപ്പിച്ചു. ഡിസംബർ 18 ചക്കവള്ളിയിൽ നടക്കുന്ന നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം ചുറ്റുമല LMS ജംഗ്ഷനിൽ സ്ഥാപിച്ച ബോർഡ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. ബോർഡ് നശിപ്പിച്ച സാമൂഹ്യവിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കിഴക്കേക്കരട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ബോർഡ് നശിപ്പിച്ചതിൽ നവകേരള സദസ്സ് കിഴക്കേക്കരട പഞ്ചായത്ത് സംഘാടക സമിതി പ്രതിഷേധിച്ചു. കാണാം, ഉപ്പും വിൽക്കാം. ഒരു പോക്ക് കൊണ്ട് 2 കാര്യങ്ങൾ നേടാം. ക്ഷുഭിത യൗവനമെന്നും ചോര തുടിക്കൻ കൈകളെ പേറുക വന്നീ പന്തങ്ങൾ തുടങ്ങി ഒത്തിരി മുദ്രാവാക്യങ്ങൾ, ഒത്തിരി ആശയങ്ങൾ 70കളിലും 80കളിലും അതിനു മുമ്പും ഒക്കെ കേരളത്തിൽ അലയടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പേർക്ക് പ്രചോദനമായിട്ടുണ്ട്. ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും പീഡനത്തിൻ്റെയും കാലങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകർക്ക് നേരിടാത്ത നാളുകളില്ലായിരുന്നു. ഇന്നത്തെ കൂട്ട് സുഖസൗകര്യങ്ങളുടെ ശീതളിമേൽ കഴിയുന്നവരല്ല അവരാരും. ഇന്ന് നല്ല വാക്ക് ഓതുവാൻ ത്രാണികൊണ്ടാണ് മഗ്ദിയിൽ കൂത്താട്ടുകുളം ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പാണ് എടുക്കുന്നത്. നമുക്ക് ആ കുറിപ്പിലേക്ക് പോകാം. കനലെരിയും കാലം. കൂത്താട്ടുകുളം മേരി. ഞങ്ങളെ 2 പേരെ വലിച്ചിഴച്ച് ഇടിവണ്ടി എന്ന് കുപ്രസിദ്ധമായ കമ്പിയഴിയിട്ട പോലീസ് വാനിലേക്ക് തള്ളിക്കയറ്റി. അപ്പോഴെല്ലാം ഞങ്ങൾ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്നുണ്ട്. എന്റെ നീണ്ട തലമുടി 2ആക്കി വാനിന്റെ മുകളിലെ ഇരുമ്പു ബാറിൽ കെട്ടിയിട്ടു. പിന്നെ സ്റ്റേഷൻ വരെ 4 മൈൽ ദൂരം അടിയും ഇടിയും. ഓരോ ഇടിക്കും ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും. വാൻ ഓരോ കുഴിയിലും ചാടുമ്പോൾ എന്റെ മുടി പറഞ്ഞു പോകുന്ന പ്രാണവേദനയാണ്. അതിന്റെ ഒപ്പമാണ് ഇടി. കൂത്താട്ടുകുളം ഏരിയയുടെ കനലെരിയും കാലം വായിച്ചു കഴിഞ്ഞിട്ടും നെഞ്ചിനുള്ളിൽ വിങ്ങലിന്റെ കനലുകൾ നിറഞ്ഞു നിൽക്കുന്നു. എന്തായിരിക്കും അനുഭവിച്ചവരുടെ വേദന? ഇങ്ങനെ ഒരു സ്ത്രീ ഇനിയും ഉണ്ടാകുമോ? ചരിത്രത്തിന്റെ ആവശ്യകതകളിൽ ഇനിയും ഉണ്ടായേക്കാം. എന്നാലും ഇപ്പോൾ സാധ്യതയില്ല. അത്ര ഭീകരമാണ് ആ കഥ. വീണ്ടും എഴുതുന്നു. കാൽവെള്ളയിലായിരുന്നു അടി. പല്ല് കടിച്ചു പിടിച്ച് വേദന അടക്കി കണ്ണടച്ചിരുന്നു. വാ തുറന്നില്ല. കാൽവെള്ള പൊട്ടി ചോരയും മാംസവും തെറിക്കാൻ തുടങ്ങി. ഒടുവിൽ അടി നിലച്ചപ്പോൾ തീർന്നെന്ന് കരുതി. കണ്ണു തുറന്നപ്പോൾ കാണുന്നത് മുളകുപൊടിയും ഉപ്പും പാത്രത്തിലെടുക്കുന്നതാണ്. പൊട്ടിച്ചീന്തിയ കാൽവെള്ളയിൽ ഉപ്പും മുളകും കൂടി തേച്ചു. ഒറ്റക്കുത്തിന് കൊല്ലുന്നത് എത്രയോ ഭേദം. ചെറിയ വേദന പോലും സഹിക്കില്ലെന്ന് ബാബു എന്നെ പലപ്പോഴും കളിയാക്കാറുണ്ട്. ഞാൻ ഒരു തുള്ളി കണ്ണീർ പോലും വീട്ടാതെ അലറിക്കരയാതെ
ഈ ഭേദ്യമുറകളെ എങ്ങനെ അതിജീവിച്ചു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഉത്തരം ഒന്നു മാത്രം: പ്രസ്ഥാനത്തിലും ലക്ഷ്യത്തിലുമുള്ള വിശ്വാസം ജീവനേക്കാൾ വലുതായിരുന്നു. നെഞ്ചിടിപ്പോടെ അല്ലാതെ ഈ ആത്മകഥ വായിച്ചു തീർക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ യത്നിച്ചവർ അനുഭവിച്ച കൊടും മർദ്ദനമെന്നത് വായിച്ചറിയാം. മേരി കൂത്താട്ടുകുളത്തെ കൂടാതെ എത്രയോ അറിയപ്പെടാത്ത പേരറിയാത്ത സ്ത്രീകൾ ചരിത്രപഥങ്ങളിൽ പോലീസിന്റെ കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങിയിരിക്കുന്നു. സ്വന്തം ജീവനെ പോലും തൃണവൽക്കരിച്ച് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും കണ്ണിലെ കൃഷ്ണമണി പോലെ അവർ കാത്തുരക്ഷിച്ചു. അസാമാന്യമായ മനസാന്നിധ്യവും ധീരതയുമാണ് ഇത്തരം അമ്മമാരും സഹോദരിമാരും സഖാക്കളും കാണിച്ചത്. അതിന് കിട്ടിയ പ്രതിഫലമായിരുന്നു ക്രൂരമർദ്ദനങ്ങൾ. ഒരു പക്ഷേ ഇത്തരം സ്ത്രീകൾ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു എന്ന് നിസ്സംശയം പറയാം. മറ്റൊരിടത്ത് കൂത്താട്ടുകുളം മേരി എഴുതുന്നു: ഒരു ദിവസം വാട്ട് ഈസ് യുവർ ഫാദർ എന്ന ചോദ്യത്തിന് ഉത്തരമെഴുതാൻ കുട്ടികളോട് ഞാൻ പറഞ്ഞു. ഡോക്ടർ, ടീച്ചർ, അഡ്വക്കേറ്റ് എന്നൊക്കെ കൂട്ടുകാർ എഴുതിയപ്പോൾ എന്റെ മകൾ എന്തെഴുതണമെന്നറിയാതെ മൗനമായി ഇരിക്കുകയാണ്. അവൾ എന്നെ ആകാംക്ഷയോടെ നോക്കി. മൈ ഫാദർ ഈസ് എ കമ്മ്യൂണിസ്റ്റ് എന്നെഴുതാൻ ഞാൻ അവളോട് പറഞ്ഞു. എനിക്കുറപ്പുണ്ട് ഇവർ ചരിത്രത്തിന്റെ ഒരു അപൂർവതയാണ്. എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ വല്ലപ്പോഴും ഓർക്കാം, നമ്മെ ഇന്ന് കാണുന്ന നമ്മളാക്കിയത് ഇവരൊക്കെയാണ്. ജയം. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. വാർത്തയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുവട്ടം ടീമിൻ്റെ നന്ദിയും ആദരവും അറിയിക്കുകയാണ്. വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിൻ്റെ 6 എന്ന 14 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം നിങ്ങൾ കാണണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളത് വീണ്ടും വീണ്ടും എല്ലാ ദിവസവും ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കാര്യം, ഇനിയും ഒരുപാട് പേര് അത് കാണാനുണ്ട്. നിങ്ങൾ നാളെ കാണാം, അടുത്ത നിമിഷം കാണാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. കേവലം 14 മിനിറ്റ് നിങ്ങൾ അതിനുവേണ്ടി ചിലവാക്കണം. നിങ്ങളുടെ ആ സിനിമ കാണുക, ആ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ മറ്റു 2 ചാനലുകളായ ലൈല അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് 2 ചാനലുകളും കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 10-നും 11-നും മധ്യ പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.